യൂറോപ്പിലെ മെഡ്ജുഗോറിയയിലേക്കുള്ള വഴിയാണിത്. പേര് പോലെ തന്നെ വളരെ മനോഹരമായൊരു ഭൂപ്രദേശം. മെഡ്ജുഗോറിയെ എന്ന വാക്കിന്റെ അർത്ഥം പർവ്വതങ്ങൾക്കിടയിൽ എന്നാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മെഡ്ജുഗോറിയെ. ഓരോ വർഷവും 1 ദശലക്ഷത്തിലധികം ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നു. 1981 മാതാവിന്റെ പ്രത്യക്ഷപ്പെടൽ ആരംഭിച്ചതു മുതൽ 30 ദശലക്ഷം തീർത്ഥാടകർ മെഡ്ജുഗോറിയയിൽ എത്തിയതായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ എത്തിയ തീർത്ഥാടകരിൽ പലർക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട കുന്നിന് മുകളിലുള്ള ആകാശത്ത് കുരിശുകളും ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള മേഘങ്ങളും കാണപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ട ചില സന്ദർശകർക്ക് കണ്ണിന് കേടുപാടുകൾ സംഭവിച്ചതായും സാക്ഷ്യപ്പെടുത്തുന്നു. 2019 മുതലാണ് വർത്തിക്കാൻ മെഡ്ജുഗോറിയയിലേക്കുള്ള തീർത്ഥാടനങ്ങൾക്ക് അനുമതി നൽകിയത്. ഇതാണ് മെഡ്ജുഗോറിയയിലെ പള്ളി. അതിമനോഹരമായ ദേവാലയം. ഇവിടെ പ്രധാന അൾത്താര കൂടാതെ ഒരു ചാപ്പലും പുറത്ത് 2000-ലധികം പേർക്ക് ഇരുന്ന് കുർബാന കാണാൻ സാധിക്കുന്ന ഒരു ഔട്ട്ഡോർ ബലിപീഠവുമുണ്ട്. പ്രധാന പള്ളിയിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമുണ്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ട കുന്നിലേക്ക്. മെഡ്ജുഗോറിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായ ഒരു സ്ഥലമാണ് മെഡ്ജുഗോറിയ. 1942 മെയ് 24 മുതൽ 1945 ജൂൺ ആരംഭം വരെ ഹെർസഗോവിനിയ ഫ്രാൻസിസ്കൻ ആശ്രമത്തിലെ 66 കത്തോലിക്ക സന്യാസികളെ കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തി. ചിലരെ അവരുടെ മഠത്തിനു മുൻപിലുള്ള തോട്ടത്തിൽ വെച്ച് തീവെച്ചു കൊന്നു. ഈ ക്രൂരതകൾ നടന്ന് ഏകദേശം 40 വർഷത്തിനു ശേഷം ബോസ്നിയൻ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് കൃത്യം 10 വർഷങ്ങൾക്ക് മുൻപ് അവിടെയുള്ള താമസക്കാർ മെഡ്ജുഗോറിയയിൽ കന്യാമറിയത്തിന്റെ പ്രത്യക്ഷപ്പെടൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥന, പരിവർത്തനം, ഉപവാസം, തപസ് എന്നിവയിലൂടെ ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാവ് ആവശ്യപ്പെട്ടിരുന്നു. മെഡ്ജുഗോറിയയിലെ ഏറ്റവും വലിയ ശുശ്രൂഷ കുമ്പസാരമാണ്. 25ഓളം കുമ്പസാര കൂടുകൾ ഇവിടെയുണ്ട്. അതിനായി പ്രത്യേകമായി ഒരു വിങ് തന്നെ ഇവിടെയുണ്ട്. എല്ലാ ഭാഷകളിലും കുമ്പസാരവുമുണ്ട്. കൂടാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ കുമ്പസാരിക്കാൻ എല്ലാ ഭാഷകളിലും സൗകര്യവുമുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. മാതാവിന്റെ 2ാമത്തെ സന്ദർശനം രാത്രി 10:30 മാതാവ് 6 കുട്ടികളെയും അവിടെ ആ സമയം ഉണ്ടായിരുന്ന കുറച്ചു പേരെയും മാതാവിനെ സ്പർശിക്കാൻ അനുവദിച്ചു. എന്നാൽ മറ്റുള്ളവർക്ക് മാതാവിനെ കാണാൻ പറ്റാഞ്ഞതിനാൽ കുട്ടികളോട് അവിടെ ഉണ്ടായിരുന്നവരുടെ കൈ പിടിച്ച് മാതാവിന്റെ അടുത്തേക്ക് കൊണ്ടുവരാനും മാതാവിനെ തൊടാൻ മറ്റുള്ളവരെ സഹായിക്കാനും മാതാവ് അവരോട് ആവശ്യപ്പെട്ടു. മാതാവിനെ തൊട്ടവർക്കെല്ലാം തണുപ്പും ഷോക്കടിക്കുന്നത് പോലെയുള്ള അനുഭവവും റോസാപ്പൂവിന്റെ മണവും അനുഭവപ്പെട്ടു. പക്ഷേ 6 കുട്ടികളും ഒരു കാര്യം ശ്രദ്ധിച്ചു. മാതാവിന്റെ ഉടുപ്പിൽ അഴുക്ക് പറ്റിയതായി കണ്ടു. അവർ മാതാവിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഉടുപ്പിൽ അഴുക്ക് പറ്റിയതെന്ന്. മാതാവ് പറഞ്ഞു, മാതാവിനെ തൊട്ടവരിൽ പലരും ഒരുപാട് പാപം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ പാപക്കറകളാണ് ആ ഉടുപ്പിൽ പറ്റിയതെന്നും. മാതാവ് എല്ലാവരോടും കുമ്പസാരിക്കാൻ ആവശ്യപ്പെടുകയും അതിനുള്ള അവസരം മെഡ്ജുഗോറിയയിൽ ഉണ്ടാക്കി കൊടുക്കുവാനും അവരോട് ആവശ്യപ്പെട്ടു. ഈ കാരണത്താലാണ് ഇവിടെ ഏറ്റവും അധികം പ്രാധാന്യം കുമ്പസാരത്തിന് നൽകുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കുള്ള ദിവ്യബലി. ഇത് നടത്തപ്പെടുന്നത് പള്ളിക്ക് പുറത്തുള്ള ഒരു ഔട്ട്ഡോർ ബലിപീഠത്തിലാണ്. ദിവസവും 1000-ലധികം ആളുകൾ വൈകുന്നേരങ്ങളിലെ ഈ കുർബാനയിൽ സംബന്ധിക്കുന്നതിനായി എത്തിച്ചേരുന്നു. പീസ് റോസറി അഥവാ സമാധാനത്തിനുള്ള കൊന്തയാണ് ഇവിടത്തെ വേറൊരു പ്രത്യേകത. 22 മണിയുള്ള ഒരു കൊന്ത. ഇത് ചൊല്ലുന്നത് ആദ്യം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലുകയും അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും 21 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും അവസാനം ഒരു ത്രിത്വസ്തുതിയും ചൊല്ലുന്നു.
മാതാവ് കുട്ടികളോട് ലോക സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു കൊടുത്ത കൊന്തയാണിത്. ഏകാന്തമായിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഇടമാണിത്. നിശബ്ദമായിരുന്ന് ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ നിയോഗങ്ങൾക്കായി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. യൂറോയാണ് ഈ കാണുന്ന ചുവന്ന തിരികളുടെ വില. ഇനി നമുക്ക് ഇവിടെ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട ചരിത്രത്തിലേക്ക് കടക്കാം. 1985 ജൂൺ 24 മെഡ്ജുഗോറിയയിലെ 6 കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസം ഇവാങ്ക, മിർജാന, വീക്ക, ഇവാൻ, ജാക്കോവ്, മരീജ എന്ന 6 കുട്ടികളുടെ ജീവിതത്തിലേക്ക് മാതാവ് കടന്നു വന്ന ദിവസം. ഇവാങ്കയും മിർജാനയും ജനിച്ചത് മെഡ്ജുഗോറിയയിലാണെങ്കിലും അവരുടെ മാതാപിതാക്കൾ ജോലി സംബന്ധമായി തൊട്ടടുത്ത സിറ്റികളിലേക്ക് പോയി. അവർക്കും കൂടെ പോകേണ്ടി വന്നു. എന്നാൽ അവധിക്കാലം ചിലവഴിക്കാൻ അവർ മെഡ്ജുഗോറിയയിൽ വരുമായിരുന്നു. അങ്ങനെ അവധിക്കാലം ചിലവഴിക്കാൻ എത്തിയ അവർ കൂട്ടുകാരെ കാണുന്നതിനായി തൊട്ടടുത്ത കുന്നിൻ ചെരുവിലേക്ക് പോയി. കുറെ നേരം കാത്തിരുന്ന് കൂട്ടുകാരെ കാണാതായപ്പോൾ അവർ നിരാശയോടെ വീട്ടിലേക്ക് തിരികെ നടന്നു. തിരിച്ചു പോരുന്ന വഴി ഒരു ഉൾപ്രേരണയാൽ ഇവാങ്ക കുന്നിൻ മുകളിലേക്ക് നോക്കി. മാതാവിനെ പോലെ ഒരു യുവതി കുന്നിൻ മുകളിൽ നിൽക്കുന്നതായി അവൾ കണ്ടു. അവൾ കൂട്ടുകാരി മിർജാനയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നോക്കൂ, ഗോസ്പായെ പോലെ ഒരു യുവതി മലമുകളിൽ നിൽക്കുന്നു. എന്നാൽ മിർജാന കുന്നിൻ മുകളിലേക്ക് നോക്കുന്നതിന് പകരം ഇവാങ്കയെ വഴക്കു പറഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തു നടക്കാത്ത കാര്യമാണ് നീ വിളിച്ചു പറയുന്നത്? അതും പറഞ്ഞ് മിർജാന വീട്ടിലേക്ക് നടന്നു നീങ്ങി. വഴിയിൽ വെച്ച് ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മരീജയെ അവർ കണ്ടുമുട്ടി. ഇവാങ്ക മരീജയോട് ഗോസ്പായെ മലമുകളിൽ കണ്ടു പറഞ്ഞു. മാതാവിനെ ക്രൊയേഷ്യൻ ഭാഷയിൽ ഗോസ്പായ് എന്നാണ് വിളിക്കുന്നത്. ഉടനെ മരീജ അവരെയും കൂട്ടി കുന്നിൻ ചരിവിലേക്ക് പോവുകയും അവർ 3 പേരും മാതാവിനെ കാണുകയും ചെയ്തു. ആ സമയം അവിടേക്ക് വീക്ക എന്ന കുട്ടി എത്തുകയും അസാധാരണമായ ദൃശ്യങ്ങൾ കണ്ട് പേടിച്ച് തിരികെ വീട്ടിലേക്ക് ഓടി. വഴിയിൽ വെച്ച് വീക്ക ഇവാൻ, ജാക്കോവ് എന്ന 2 ആൺകുട്ടികളെ കാണുകയും അവരോട് കാര്യം പറയുകയും ചെയ്തു. അവർ വീക്കായെയും കൂട്ടി മറ്റു 3 പെൺകുട്ടികൾ നിൽക്കുന്നിടത്തേക്ക് ഓടിയെത്തി. അവർ 6 പേരും മാതാവിനെ ഏകദേശം 600 മീറ്റർ അകലെ നിൽക്കുന്നതായും അവരുടെ അടുത്തേക്ക് പതുക്കെ നടന്നു വരുന്നതായും കണ്ടു. പേടിച്ചരണ്ട കുട്ടികൾ കുറെ നേരം മാതാവിനെ തന്നെ നോക്കി നിന്നതിനു ശേഷം തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടുകാരെ വിവരമറിയിച്ചു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ് ആ സമയത്ത് ബോസ്നിയ ഭരിച്ചിരുന്നത്. ആയതിനാൽ വീട്ടുകാർ കുട്ടികളോട് ഇക്കാര്യം പുറത്തു പറയരുതെന്നും അവർ കണ്ടത് ഏതെങ്കിലും ആട്ടിടയന്മാരെ ആയിരിക്കും എന്നും പറഞ്ഞു. അതിനുശേഷം വീട്ടുകാർ അവരെ കുന്നിലേക്ക് വിടാതെ തടഞ്ഞുവെച്ചു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ കുട്ടികൾ 3 പ്രാവശ്യം കുന്നിൻ മുകളിൽ ഒരു പ്രത്യേകതരം വെളിച്ചം കണ്ടു. അവർ കുന്നിൻ മുകളിലേക്ക് പോയി. മുകളിലെത്തിയപ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു യുവതി ചാരനിറത്തിലുള്ള ഉടുപ്പും വെളുത്ത ശിരോവസ്ത്രവും തലയിൽ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടവും ധരിച്ച് നിൽക്കുന്നു. നീലക്കണ്ണുകളും കറുത്ത മുടിയും മുഖത്ത് ദയയും പ്രകാശവും അമ്മയുടെ വാത്സല്യവും നിറഞ്ഞ മുഖഭാവവുമായി മലമുകളിലേക്ക് ഇറങ്ങി വന്ന മേഘപാളികളിൽ ചവിട്ടി നിൽക്കുന്നു. ഇവാങ്കയാണ് ആദ്യം മാതാവിനോട് സംസാരിച്ചത്. അവളുടെ അമ്മ 2 മാസം മുൻപ് മരിച്ചിരുന്നു. അവൾ മാതാവിനോട് ചോദിച്ചു, എൻ്റെ അമ്മ എവിടെയാണ് എന്ന്. മാതാവ് മറുപടി നൽകി, അമ്മ മാതാവിനൊപ്പം സ്വർഗത്തിലുണ്ടെന്ന്. മാതാവ് അവർക്ക് സ്വയം പരിചയപ്പെടുത്തി. താൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണെന്നും കുട്ടികളോട് ലോക സമാധാനത്തിനു വേണ്ടി ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നോമ്പും ഉപവാസവും എടുക്കാനും ആവശ്യപ്പെട്ടു. അതിനുശേഷം ഓരോ കുട്ടിക്കും പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഉത്തരവാദിത്വവും കൊടുത്തു.
ഇവാങ്കയോട് സാത്താൻ വളരെ ശക്തനാണെന്നും കുടുംബങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ആവശ്യപ്പെട്ടു. മിർജാനയോട് ദൈവത്തെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വിക്കായോടും യാക്കോബിനോടും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇവാൻ യുവജനങ്ങൾക്കും സന്യസ്തർക്കും വേണ്ടിയും മരീജ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനും മാതാവ് ആവശ്യപ്പെട്ടു. മാതാവ് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ലോക സമാധാനത്തിനും പാപികളുടെ മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതുപോലെ തന്നെ ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി ഉപവാസവും കുമ്പസാരവും പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയും നടത്താനുമാണ്. മാതാവിനെ കണ്ട എല്ലാ കുട്ടികളും തന്നെ വളർന്നു വലുതായി വിവാഹം കഴിച്ച് മക്കളുമായി മെഡ്ജുഗോറിയയിൽ കഴിയുന്നു. ഇവർക്ക് ഇപ്പോഴും മാതാവിനെ കാണാനും മാതാവ് ഇവർക്ക് സന്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. മാതാവ് പ്രത്യക്ഷപ്പെട്ട കുന്നിലേക്കുള്ള വഴി കൂർത്തതും മിനുസമുള്ള കല്ലുകളാലും നിറഞ്ഞതാണ്. അതുകൊണ്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണെങ്കിലും എല്ലാവരെയും മാതാവ് കൈപിടിച്ച് വീഴാതെ കുന്നു കയറ്റിയിറക്കുന്നു. മെഡ്ജുഗോറിയയിലേക്കുള്ള തീർത്ഥയാത്ര എന്നും മറക്കാനാവാത്ത ഒരനുഭവമാണ്. മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ശാന്തിയോടും സമാധാനത്തോടും കൂടെ തീർത്ഥാടകർ അവരുടെ വീടുകളിലേക്ക് മടങ്ങുന്നു. മെഡ്ജുഗോറിയയിലേക്ക് പോകണമെന്നുള്ളത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നത്തിനായി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, പ്രയത്നിച്ചിരുന്നു. നിങ്ങളും സ്വപ്നം കാണണം, കണ്ടുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളും പൂവണിയട്ടെ.